ഹരേ കൃഷ്ണ മാധവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു കൃഷ്ണവചനം ചെയ്തിരുന്നു. അതിൻ്റെ താഴെ ഒരു കമൻറ്റ് കണ്ടു, ഇതൊക്കെ പറയാൻ ഞാൻ ആരാണെന്ന്. ഞാൻ കൃഷ്ണ കഥകളും കൃഷ്ണവചനങ്ങളൊക്കെ നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. കൃഷ്ണനെ സ്നേഹിക്കുന്ന ഒരു സാധാരണ ഭക്തയ്ക്ക് കൃഷ്ണനെക്കുറിച്ച് സംസാരിക്കാനും കൃഷ്ണവചനം പങ്കുവയ്ക്കാനും പറ്റില്ലേ? നിങ്ങളെപ്പോലെ ഒരു സാധാരണ കൃഷ്ണ ഭക്തയാണ്. കൃഷ്ണനെക്കുറിച്ച് കൂടുതൽ കേൾക്കുന്നതും കൃഷ്ണകഥകൾ മറ്റുള്ളവരിലേക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതും കൃഷ്ണന് ഇഷ്ടമുള്ള കാര്യമാണ്. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നുണ്ട്, എന്നെക്കുറിച്ചുള്ള ദിവ്യകഥകളും മഹത്വവും ഭക്തിയോടെ പറയുന്നവരും കേൾക്കുന്നവരും എനിക്ക് പ്രിയപ്പെട്ടവരാണെന്ന്. ജീവിതത്തിൽ പല സമയത്തും എനിക്ക് ആശ്വാസം തന്നത് കൃഷ്ണവചനങ്ങളും കൃഷ്ണകഥകളുമൊക്കെയാണ്. അതുകൊണ്ടാണ് എനിക്ക് ആശ്വാസം കിട്ടിയ ഈ വാക്കുകളൊക്കെ നിങ്ങളിലേക്കും എത്തിക്കാൻ എനിക്ക് തോന്നിയത്. അതിലൂടെ നിങ്ങൾക്കും ആശ്വാസം ലഭിച്ചാൽ അതാണ് എനിക്ക് സന്തോഷം. ചിലപ്പോൾ ആ വചനങ്ങളായിരിക്കും നിങ്ങൾ കാത്തിരുന്ന മറുപടി. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, എൻ്റെ അനുഭവം കൊണ്ട്. കൃഷ്ണനെ ആത്മാർത്ഥമായി കൂട്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നമ്മളെ ഒരിക്കലും കൈവിടില്ല. ഏതെങ്കിലും രൂപത്തിൽ ചേർത്ത് പിടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ജീവിതത്തിൽ മുന്നോട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ സ്റ്റക്കായ നിമിഷങ്ങൾ എനിക്കുമുണ്ടായിരുന്നു. വലിയ ഭാരങ്ങളും സങ്കടങ്ങളും മനസ്സിൽ കിടന്ന സമയമുണ്ട്. ഞാൻ ആ സമയങ്ങളിൽ ആ പാദങ്ങളിൽ മുറുകെ പിടിച്ചു. എനിക്ക് മറ്റൊന്നും അറിയില്ല. പക്ഷെ അത്ഭുതം പോലെ ഓരോ പ്രാവശ്യവും എൻ്റെ മനസ്സിനെ തകർത്തിരുന്ന ആ ഭാരങ്ങൾ വെണ്ണ പോലെ ഒരുക്കി തന്നിട്ടുണ്ട്. ഇന്നും അത് ഓർക്കുമ്പോൾ അതെല്ലാം എങ്ങനെ സംഭവിച്ചുവെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, നമ്മൾ കൃഷ്ണപാദങ്ങളിൽ മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ കൃഷ്ണൻ ഒരിക്കലും വിടില്ല. എനിക്കുണ്ടായ ഒരു കൃഷ്ണാനുഭവം ഞാൻ പറയാം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പറയുന്നതും പ്രാർത്ഥിക്കുന്നതും കൃഷ്ണൻ കേൾക്കുന്നില്ലെങ്കിൽ ആരോടും പറയാതെ മനസ്സിലാഗ്രഹിച്ച ആ ഒരു കാര്യം എങ്ങനെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. ഒരു ദിവസം ഒരു കാറിൽ ഞാനൊരു കുഞ്ഞു വെണ്ണക്കണ്ണൻ്റെ വിഗ്രഹം കണ്ടു. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കും അങ്ങനെ ഒരു വിഗ്രഹം കിട്ടിയിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു. പണം കൊടുത്തിട്ട് നമുക്കതുപോലൊരെണ്ണം വാങ്ങാം. പക്ഷേ അങ്ങനെയല്ല. പലരുടെയും ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് കൃഷ്ണ വിഗ്രഹം കിട്ടിയ അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കും അങ്ങനെ എൻ്റെ കൈകളിലേക്ക് വരുമോ കൃഷ്ണ എന്ന് ഞാൻ ചോദിച്ചുള്ളൂ. അതും മനസ്സിൽ, വേറെ ആരോടും പറഞ്ഞില്ല, ആരോടും ചോദിച്ചതുമില്ല. പക്ഷേ കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ജോലി ചെയ്തിരുന്ന അജ്മാലെ നഴ്സറി സ്കൂളിൽ ഒരു ചെറിയ കുട്ടി, അവിടെ പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടി കൈ ചുരുട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. വീട്ടിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ. തുറന്നു നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ആ വെണ്ണക്കണ്ണൻ്റെ ആ കുഞ്ഞു വിഗ്രഹം അതെനിക്ക് തന്നു. സാധാരണ ദിവസങ്ങളിൽ കയ്യിൽ ടോയ്സാണ് ഞാൻ കാണാറ്. പക്ഷെങ്കിൽ എന്താണെന്നറിയില്ല, അന്നത്തെ ഒരു ദിവസം ഈ ചെറിയ കുഞ്ഞു വെണ്ണക്കണ്ണൻ്റെ വിഗ്രഹം ഞാൻ അത്ഭുതപ്പെട്ട നിമിഷമായിരുന്നു അത്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും കൃഷ്ണ വിഗ്രഹം ലഭിച്ചിരുന്നു. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എനിക്ക് കൃഷ്ണ വിഗ്രഹം വേണമെന്നോ എനിക്ക് കൃഷ്ണ വിഗ്രഹം വാങ്ങിത്തരുമോ എന്നും ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല. പക്ഷെങ്കിൽ എനിക്ക് ആ കൃഷ്ണ വിഗ്രഹം എൻ്റെ കൈകളിൽ എത്തുകയാണ് ചെയ്തത്. എൻ്റെ മനസ്സിലാഗ്രഹം ആകെ അറിയുന്നത് ആ ഉണ്ണിക്കണ്ണന് മാത്രം. ഇതെനിക്ക് മറക്കാനാകാത്ത അനുഭവമാണ്. ഈ 2 വിഗ്രഹങ്ങളാണ് എനിക്ക് കിട്ടിയത്. ജീവിതത്തിൽ എത്ര വിഷമം വന്നാലും കൃഷ്ണനെ ആത്മാർത്ഥമായി കൂട്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നമ്മളെ കൈവിടില്ല, ഉറപ്പാണ്.